എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ വന്ന ഉടനെ എന്ത് ചെയ്യുന്നറിയാമോ, ഫ്രിഡ്ജിലിരുന്ന മാവും അതുപോലെ തന്നെ പാലും ഉണ്ടല്ലോ, അതെടുത്തങ്ങ് വെളിയിൽ വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ നടന്നിട്ടൊക്കെ വരുമ്പോഴേക്ക് കുറച്ചെങ്കിലും തണുപ്പ് മാറിയിരിക്കുമല്ലോ, അങ്ങനെ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് നടക്കാനായിട്ട് ഇറങ്ങിയത്. എൻ്റെ അടുത്ത് ഇന്നലെ ആരും ചോദിച്ചില്ലേ, ഈ അവിടെ പാമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാവിലെ നടക്കാൻ പോകുമ്പോഴേക്ക് പേടിയാവൂലേ എന്ന്. സത്യം പറഞ്ഞാൽ മനസ്സിൽ പേടിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ ആദ്യം നടക്കാൻ പോയേണ്ടെന്ന് ഇറങ്ങി നോക്കിയപ്പോഴേക്കും നമുക്ക് അവിടെ അടുത്തടുത്ത് പോസ്റ്റ് ഉണ്ടല്ലോ, അതിലെല്ലാത്തിലും ദൈവം സഹായിച്ച് ഇപ്പോൾ ലൈറ്റും ഉണ്ട്. അങ്ങനെ നോക്കിയപ്പോൾ ആ റോഡിൽ ഫുള്ള് ആ ലൈറ്റ് വെട്ടം കിട്ടണുണ്ട്. അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ടതാ, കണ്ടില്ലേ, നന്നായിട്ട് ലൈറ്റ് വെട്ടം അടിക്കണുണ്ട്. ഇനി ഇവിടെ കഴിയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു പോസ്റ്റും കൂടി ഉണ്ട്. അപ്പോൾ അതിലെല്ലാത്തിലും വെട്ടമുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് അങ്ങ് പോയത്. പിന്നെ ഈ പറയും പോലെ മടിച്ചിരിക്കും തോറും നമ്മൾ ആരോഗ്യമല്ലേ പൊയ്ക്കൊണ്ടിരിക്കണത്, വേറെ എക്സസൈസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ നടക്കുകയെങ്കിലും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ പറയണത് തന്നെ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും നടന്നാൽ മതി എന്നല്ലേ. എൻ്റെ നടത്തം ആകെപ്പാടതാ ഇത്ര സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അത്ര സ്ഥലത്തായിരുന്നാലും മതി, ഒരു അരമണിക്കൂറൊക്കെ നടക്കണമെന്നാണ് പറയണത്. പക്ഷേ ഞാൻ കൂടി പോയി ഇപ്പോൾ ഒരു 10 മിനിറ്റ് കേട്ടോ, മാക്സിമം 10 മിനിറ്റ്. ഞാൻ എന്ത് ചെയ്യുന്ന പറയും, ഇന്നലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ സുപ്രഭാതം ഇട്ടിട്ട് ഞാൻ വിചാരിക്കും അത് തീരുമ്പോഴേക്കും, അത് 20 മിനിറ്റാണ് സുപ്രഭാതം, അപ്പോൾ അത് തീരുമ്പം മതിയാക്കാമെന്ന്. പക്ഷെ അതിന് മുന്നേ ഞാൻ മതിയാക്കണുണ്ട് കേട്ടോ. ഇനി കുറേശ്ശെ സമയം കൂട്ടി കൊണ്ടുവരാം. ഒറ്റയടിക്ക് തന്നെ ഒരുപാടൊക്കെ നടന്ന 2 കാലും അങ്ങ് രാത്രിയാകുമ്പോൾ ഭയങ്കര കഴപ്പും വേദനയും, പിന്നെ നമുക്കൊരുമാതിരി പനി പോലെയൊക്കെ തോന്നും. അപ്പം നമുക്ക് ഫുള്ള് നമ്മൾ ഔട്ട് ഓഫ്. അങ്ങനെ കുറച്ച് സമയം നടന്നിട്ട് അവിടെ ഞാൻ കുറച്ച് സമയം സെറ്റിയിൽ ഇരുന്നിട്ടാണ് ഇനി നേരെ അടുക്കളയിലോട്ട് വന്നത്. അല്ലാതെ വന്ന ഉടനെ നേരെ അങ്ങ് അടുക്കളയിൽ പോകാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഇന്ന് ശംഖുപുഷ്പമാണ് വെള്ളമായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചത്. അതുപോലെ തന്നെ ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നായിരുന്നു, ഞാൻ ഈ ചിയാ സീഡ് ഇങ്ങനെയാണേ വെള്ളമായിട്ട് കുടിക്കണം, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നടേ. ഇപ്പോൾ ഇയാൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് അങ്ങനെയല്ല വെള്ളം ഇടാനുള്ളതെന്ന്. തലേ ദിവസം കുതിർത്ത് വയ്ക്കണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇനി തൊട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ശംഖുപുഷ്പം എന്തോ ഒരുപാട് നാളായി ഇത് പറിച്ചുകൊണ്ട് വെച്ചിരുന്നിട്ട്, നമുക്ക് ഈ വാടിയ ശംഖുപുഷ്പം ആയാലും പ്രശ്നമില്ല. നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാലേ ഈ ശംഖുപുഷ്പം നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഇതിൻ്റെ പൂക്കൾ കിട്ടും. അതിന് ഭയങ്കര വിലയാണ്. 100 ഗ്രാമിന് തന്നെ എത്രയോ രൂപയാണ്. അത് നമുക്ക് വാടിയ പൂക്കളാണ് കിട്ടണത്. അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അതിനും ഭയങ്കര റേറ്റാണ്. നമുക്ക് കണ്ടില്ലേ, ഒരു മാറ്റില്ലെന്നേ ഉള്ളൂ ഇതിനൊക്കെ. ഇതിൻ്റെയൊക്കെ മൂല്യം ഭയങ്കര കൂടുതലാണ്. അങ്ങനെ അതിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ഞാൻ രാവിലെ തന്നെ തുണി അങ്ങ് അലക്കാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ ഉള്ള ശീലമാണ് കേട്ടോ, അല്ലെങ്കിൽ അത് രാവിലെ ഒന്നും തുണിയൊന്നും അലക്കൂല. കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. നമ്മുടെ സ്വഭാവം ഇങ്ങനെ ദിനം പ്രതി നമ്മുടെ ശീലങ്ങളും കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കണം എന്നല്ലേ പറയണത്. ദിനം പ്രതിയല്ല, കുറേ നാളാകുമ്പോഴേക്കും സ്വഭാവത്തിലും കാര്യത്തിലൊക്കെ മാറ്റം വരുമെന്നല്ലേ പറയണം. അങ്ങനെ മെഷീനിലിടാനുള്ള തുണികൾ മെഷീനിലിട്ട്, കൈകൊണ്ട് അലക്കാനുള്ളത് കൈകൊണ്ട് അലക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കേശുവിൻ്റെ യൂണിഫോമും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കൈകൊണ്ട് മിക്കവാറും അലക്കിയിടണത്. അപ്പോൾ അതെല്ലാം അവിടെ കൊണ്ടുവച്ച്, ഇപ്പോൾ അവിടെ ആ തിട്ടപ്പുറത്തുണ്ടല്ലോ, ഈ കാക്കയ്ക്ക് വെച്ച് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം അത് കൊത്തിയും എടുത്തും ഒക്കെ താഴെ ഇട്ടേക്കും. ഇപ്പം നമുക്കവിടെ തറ ചവിട്ടുമ്പോൾ കാല് എന്തോ പോലെയാവും. അപ്പോൾ ഇനി അവിടെ ഒന്ന് കഴുകി ഇറക്കണം, പിന്നെ തുണികൾ അലക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് കുളിച്ചിട്ടാണ് ഇനി ബാക്കി പരിപാടി. കൈ കൊണ്ട് അലക്കാനായിട്ട് കുറച്ച് തുണികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളേ. പണ്ടേ എനിക്കുള്ള ശീലമാണ്, ഭയങ്കര മടിയാണ് തുണി അലക്കാനായിട്ട്. വേറെ ഒന്നും തുണി അലക്കാനും പാത്രം കഴുകാനും ഭയങ്കര ദേഷ്യമാണ്. വേറെ എല്ലാം മടി തന്നെയായിരുന്നു. എന്നാൽ ഇത് രണ്ടുമാണ് എന്നെ കൊല്ലണേന് സമയമായിട്ടുള്ള കാര്യങ്ങൾ. ഞാനിങ്ങനെ തുണി കൂട്ടിയിട്ടിട്ട് ചില ദിവസങ്ങളിലുണ്ടല്ലോ അമ്മ എടുത്ത് എറിയും കേട്ട തുണികൾ. അപ്പോഴായിരിക്കും മടിയും മലചുമക്കോ എന്ന് പറയുന്ന രീതിയിൽ തുണിയെല്ലാം അലക്കിയിടണത്. അതുപോലെ തന്നെ ഈ പാത്രം പാത്രം കഴുകാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ കഴുകിയല്ലേ പറ്റുള്ളൂ. ചിലപ്പോൾ അമ്മ നിർബന്ധിച്ച് കഴിക്കും. അങ്ങനെ കഴുകിക്കൊണ്ട് നമ്മൾ ഇതും കൂടെ ആകുമ്പോൾ പാത്രം തീരുമല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഏതെങ്കിലും 1-2 പാത്രങ്ങളും കൂടെ കൊണ്ടങ്ങിട്ട് തരും. എൻ്റെ പൊന്നെ, അതുപോലെ ദേഷ്യമുള്ള കാര്യം. നേരം ഭയങ്കരമായിട്ടങ്ങ് ദേഷ്യം വരും കേട്ടോ, സത്യം.
അത് നമ്മളങ്ങ് തീർന്നല്ലോ. ഒന്നാമത് ഇഷ്ടമില്ലാത്ത ജോലി, അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ഇപ്പം പിന്നെ അങ്ങനെ പാത്രം കഴുകാൻ വലിയ മടിയൊന്നുമില്ല കേട്ടോ, അതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ ഒന്ന് കഴുകി ഇറക്കണം. അപ്പോൾ ഈ നമ്മുടെ ഈ വണ്ടി എടുത്ത് പുറത്ത് കൊണ്ട് വെച്ചാൽ മാത്രമേ ഇനി അവിടെ ഒന്ന് കഴുകി എനിക്ക് കോലം വരയ്ക്കാനൊക്കെ പറ്റുള്ളൂ. ആകെപ്പാടെ ഒറ്റ ഡിസൈനേ അറിയാവൂ കോലം വരയ്ക്കാനായിട്ട്. അതുപോലെ എനിക്ക് ആ കോലപ്പൊടി ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടതെന്ന്. അത് ശീലിച്ച് വരണവരൊക്കെ അറിയാമല്ലോ, പെർഫെക്റ്റ് ആയിട്ടൊക്കെ കോലം ഇട്ടേക്കണേ കണ്ടിട്ടില്ലേ. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു തമിഴ് ഫാമിലി ആയിരുന്നു. എൻ്റെ പണ്ടത്തെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അവരാണെങ്കിൽ കോലം ഇടണത് റോഡിലാണ്, അവർ വീട്ടിനകത്തല്ല, റോഡിൽ. അപ്പം നമുക്ക് ആദ്യം അതിൽ ചവിട്ടാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. നല്ല വലിയ കോലം അവൾ ഇടുമായിരുന്നു. അങ്ങനെ കോലമൊക്കെ ഇടാനായിട്ട് അവിടെ വണ്ടി എടുത്ത് പുറത്തുകൊണ്ട് വെച്ചപ്പോഴാണ് മീൻകാരൻ വന്നത്. അങ്ങനെ ഞാൻ പറയില്ല രാവിലെ തന്നെ മീൻകാരൻ വരുമെന്ന്. ഇപ്പോൾ ചന്തയിൽ പോകാനായിട്ട് സമയം കിട്ടണില്ല കേട്ടോ, അധികം അമ്പലത്തിലല്ലേ കടയിൽ പോണതുകൊണ്ടേ. അങ്ങനെ നെത്തോലിയും ചാളയും കൂടെ മിക്സ് അവിയൽ പരുവമുള്ള മീനാണ് കിട്ടിയത്. അങ്ങനെ അത് വാങ്ങിച്ച് വെച്ചിട്ട് ഇനി ഇവിടേക്കൊന്ന് അടിച്ച് വരണമല്ലോ. നമ്മുടെ വീട്ടിൻ്റെ മുറ്റം റോഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ തൂത്ത് വൃത്തിയാക്കിയിട്ടല്ലേ നമുക്കൊരു ഐശ്വര്യം വരുള്ളൂ. അങ്ങനെ അവിടെയും കൂടെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി ഒന്ന് കഴുകി, ഇവിടെ റോഡല്ല സിറ്റ് ഔട്ടും അതുപോലെ തന്നെ ആ ഫ്രണ്ട് പോർഷനും കൂടെയൊക്കെ ഒന്ന് കഴുകി ഇട്ടതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ എല്ലായിടും അടിച്ചു വാരി വന്ന് ഇനി ഈ 2 പടിയും ഇനി ആ സിറ്റ് ഔട്ടും കൂടെ ഒന്ന് കഴുകി ഇട്ടാലേ ആ ഒരു ജോലിയും കൂടെ അങ്ങ് തീരുമല്ലോ. ബാക്കി ഇതിപ്പോൾ എല്ലാ ദിവസവും ഞാൻ ചിലപ്പോൾ കഴുകില്ല, ചില ദിവസങ്ങളിൽ മൂഡ് തോന്നിയാൽ എല്ലാ ദിവസവും ഒക്കെ കഴുകിയിടും കേട്ടോ. ഇപ്പോൾ ആ കോലിടണ അവിടെയൊക്കെ ആ മാവുണ്ടല്ലോ കുറച്ചിങ്ങനെ പറ്റി പിടിച്ചൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഇളക്കണമെങ്കിലും കഴുകിയാലേ പറ്റുള്ളൂ. അങ്ങനെയാണ് പിന്നെ എല്ലായിടും അങ്ങ് കഴുകിയിടാന്ന് വെച്ചാൽ ഞാൻ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ തോന്നിയാൽ എല്ലാ ദിവസവും ഇതുപോലെ സിറ്റ് ഔട്ടും ഇവിടെയൊക്കെ ഒന്ന് കഴുകിയിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഓരോ ദിവസത്തെ മൂഡ് പോലെയാണേ. അങ്ങനെ ഇന്നിതാ ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പറയുകയും വേണ്ട. എൻ്റെ പൊന്നെ നല്ല വെയിലല്ലേ, ഇതാ ആകെ 3 ചെടിയെ ഞാൻ ഇപ്പോൾ വെച്ചിട്ടുള്ളൂ. അത് വെള്ളം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ വാടി കുഴഞ്ഞ് കരിഞ്ഞിരിക്കണത് കണ്ടാൽ വെള്ളം കണ്ടിട്ട് വർഷങ്ങളായെന്ന് തോന്നും. ആരെങ്കിലും കണ്ടിട്ട് പറയും, അയ്യോ നിജി ഒത്തിരി വെള്ളം അതിനൊഴിച്ചു കൊടുക്കാത്ത എന്തെന്ന്. ഞാൻ അന്നത്തെ ദിവസം രാവിലെ ആയിരിക്കും വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത്. അതിൻ്റെ നിപ്പ് കണ്ടാലേ അത് വെള്ളം കണ്ടിട്ട് വർഷങ്ങളായെന്ന് തോന്നുകയും ചെയ്യും. അപ്പോൾ ഇനി അവിടെ ക്യാഷുവാണെങ്കിൽ പെയിൻറ്റ്, ഈ ഫാബ്രിക് പെയിൻറ്റ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കും. അവൻ അത് എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ചെടുത്തിട്ട് അതിനെ കൊണ്ട് നടന്ന് ആദ്യമൊന്നും ഞാൻ കൊടുക്കില്ല. പിന്നെ വിചാരിക്കുന്ന അറിയാമല്ലോ, നമ്മൾ ആദ്യം വാശി കാണിച്ചാൽ പിന്നെ നമ്മൾ അവരുടെ രീതിക്ക് അങ്ങ് വിട്ടു കൊടുക്കുമല്ലോ. അതിനെ എടുത്തുകൊണ്ട് വന്ന് അവിടെ അത്രയും ഒഴിച്ച് അവിടെ കോളമാക്കി ഇട്ടേക്കാണേ. അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് കഴുകിയിടണം. പിന്നെ ഇതാ പത്രം വന്നിട്ടുണ്ട്. അപ്പോൾ ജോലികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നേരെ പോയി കുളിച്ച് ഇനി വിളക്ക് തേക്കണം. വിളക്ക് തേക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ ഈ പറയും പോലെ പീതാംബരിപ്പൊടി വിട്ടിട്ട് ഒരു കളിയുമില്ല. നിങ്ങളൊക്കെ എന്നെ കളിയാക്കി തുടങ്ങിയ ശേഷമാണ് ഞാൻ പീതാംബരിപ്പൊടിയുടെ കാര്യം അധികം പറയാത്തത്. ഇപ്പോഴും ഓരോ വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ വിളക്ക് ഇങ്ങനെ വെട്ടിത്തിളങ്ങും, ഈ ഒരു സംഭവം ചെയ്താൽ അത് ചെയ്താൽ, അങ്ങനെ ഞാൻ എല്ലാം പരീക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. പല സംഭവങ്ങൾ, ചിലതിൽ എനിക്ക് പണി കിട്ടിയ സംഭവം വരെ ഉണ്ട്. അത് ഞാൻ ഒരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അത് കുറേ സംഭവങ്ങൾ മിക്സ് ചെയ്ത് തേച്ചാൽ വിളക്ക് നല്ല വെളുക്കും. പിന്നെ എന്തൊക്കെയോ തേച്ച് വെച്ചിട്ട് നമ്മളൊരു 1/2 മണിക്കൂർ വെച്ച്, ഞാൻ എന്തൊക്കെയാണെന്ന് വരെ മറന്നുപോയി. അതെല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കിയതാണ്. എന്നിട്ട് പോലും കിട്ടാത്ത റിസൾട്ടാണ് ഇതുകൊണ്ടൊന്ന് തൊട്ട് തേക്കുമ്പോൾ കിട്ടണത്. ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ല ആ ഒരു തിളക്കം ഉണ്ടല്ലോ വിളക്ക് വൃത്തിയാവണത് മാത്രമല്ല, നമ്മൾ വിളക്ക് എന്താ പറയുക, നമ്മൾ തേക്കുമ്പോൾ വെളുക്കും. വേറെ എന്ത് പൊടിയിട്ട് തേച്ചാലും വെളുക്കും. പക്ഷേ ആ ഒരു തിളക്കം ഉണ്ടല്ലോ, ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ആ വിളക്കിൻ്റെതായ നമ്മൾ പുത്തൻ വിളക്ക് എങ്ങനെയാണ് വാങ്ങുമ്പോൾ ഇരിക്കുന്ന ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം വെച്ച് തേച്ചാൽ മാത്രമേ വരുള്ളൂ. ഞാനാണെങ്കിൽ ചകിരിയോ വേറെ ഒന്നും വെച്ച് തേക്കില്ല, എൻ്റെ വിരൽ കൊണ്ടാണ്. അത്ര മതി. ആ പൊടിയിലൊന്ന് തൊട്ടിട്ട് വിരൽ കൊണ്ട് തേച്ചെടുക്കുമ്പോൾ വിളക്ക് ഇങ്ങനെ പളവളവള മിന്നും. നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നും കേട്ടോ അത് കാണുമ്പോഴേക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളക്കെല്ലാം പൂക്കളെടുക്കണമല്ലോ.
അപ്പോൾ പൂക്കളെല്ലാം പറിച്ച് ഇനി വിളക്കും കൂടെ ഒരുക്കി കഴിഞ്ഞാൽ ആ ജോലികളെല്ലാം അങ്ങ് തീർന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ മോർണിംഗ് റൊട്ടൈൻസ്. നിങ്ങൾ കണ്ട് കണ്ട് മടുത്ത് കാണും. ഞാനിങ്ങനെ കണ്ട് കണ്ട് മടുത്തെന്ന് പറയുമ്പോഴേക്കും ഇല്ല ചേച്ചി ഞങ്ങൾക്ക് മടുക്കണില്ല, മോർണിംഗ് റൊട്ടൈൻസ് കാണാനായിട്ട് ഇഷ്ടമാണെന്ന് പറയണത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതെല്ലാം ഈ ചെയ്യണ കാര്യങ്ങളെല്ലാം കാണിക്കണത്. അങ്ങനെ ഇനി അത് കഴിഞ്ഞില്ല, ഇനി വിളക്ക് തേച്ചോട്ട് വെച്ചിട്ട് കോല ഇടണമല്ലോ. ഞാനീ പറയും പോലെ എനിക്ക് ആകെപ്പാടെ ഒറ്റ ഡിസൈൻ മാത്രമേ അറിയാവൂ കോല ഇടാനായിട്ട്, വേറെ ഡിസൈൻസ് ഒന്നും അറിഞ്ഞൂടെ. ഇനി കുറച്ചൊക്കെ ഒന്ന് പഠിക്കണം. ഇത് കോലം ഇടുന്ന ഡിസൈൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഞങ്ങളിങ്ങനെ വരച്ച് കളിക്കാറുള്ളതാണ്. അതിങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മൾ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോഴേക്കും എന്താണെന്ന് ഭയങ്കര ഇഷ്ടം തോന്നും. ആ ഒരു കുത്തുകൾ ഇങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ വേറെ ഡിസൈൻ ഉണ്ടായിരുന്നു പണ്ട്. നമുക്ക് നമ്മുടെ കളികളെന്ന് പറയുമ്പോൾ ഇതുപോലെ നിഷ്കളങ്കമായിട്ടുള്ള കളികളൊക്കെയല്ലേ ഉള്ളൂ. ഫോൺ ഉപയോഗിക്കണമെന്നോ വേറെ ഗെയിംസോ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോഴുള്ള പരിപാടികൾ ഇതൊക്കെയാണ്. ഇങ്ങനെ ഇത് വരച്ച് കളിക്കും, പൂജ്യം വെട്ടിക്കളി, കള്ളനും പോലീസും കളിയും നമ്മൾ അധികം കളിക്കാറില്ല. നമ്മളൊക്കെ കുറച്ച് മര്യാദയുള്ള പിള്ളേരായിരുന്നു കേട്ടോ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോലമൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇട്ടതിന് ശേഷം ഇനി വിളക്ക് കത്തിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ടേബിൾ കിടക്കുന്ന റൂമുണ്ടല്ലോ, അവിടുത്തെ ജനലൊക്കെ തുറന്നിട്ട് ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇടണം. നമ്മൾ അടുക്കളയും ഹാളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഡൈനിങ് ടേബിളിലല്ലേ. അപ്പോൾ അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയായിട്ട് അവിടെ അങ്ങ് കിടന്നോളും. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയായിട്ട് തുടച്ചിട്ടാൽ മതി. തുടച്ചിട്ടിട്ട് ഞങ്ങൾ ആദ്യം ഡൈനിങ് ടേബിൾ വാങ്ങിച്ച സമയത്ത് ഇതിലൊരു കവറൊക്കെ ഇട്ടിരുന്നേ. എനിക്കിപ്പോൾ എന്തോ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ കവർ കിടക്കുമ്പോൾ എനിക്കൊരു വൃത്തിയില്ലായ്മ തോന്നി കേട്ടോ. കവറൊക്കെ എടുത്തങ്ങ് കളഞ്ഞതാ. ഇതുപോലെ ആയപ്പോഴത്തേക്കാണ് ഒരു സമാധാനമായത്. ഇപ്പോൾ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ആ ഡൈനിങ് ടേബിളിൽ വന്നിട്ടുണ്ട്, എന്നാലും പ്രശ്നമില്ല. കവർ കിടക്കുമ്പോൾ എന്തോ പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് പറയും പോലെ ഒരു ധൂപം അവിടെ കത്തിച്ച് വെക്കണുണ്ടേ. രാവിലെ ആകുമ്പോൾ വീട് മൊത്തം പുകയ്ക്കും ഇപ്പം ഞാൻ. അപ്പോൾ അതുകൊണ്ട് കാണാൻ എന്താ പറയണ്ടത്, നല്ലൊരു വൈബാണ്, പോസിറ്റീവ് വൈബുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. ചിലവർക്ക് ഇത്രയും ഇങ്ങനെ എല്ലായിടവും ഡൈനിങ് ടേബിളിനകത്തും ഡൈനിങ് ടേബിൾ കിടക്കുന്നിടത്തും എല്ലായിടവും പോയിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഈ ശ്വാസമുട്ടലൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ പ്രശ്നമാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതികൾ കാണിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ അത് അവിടെ പുകച്ച് വെച്ചിട്ട് കേശു എടുത്ത് മാറ്റുമോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ ഒരു താമരപ്പൂ അവിടെ വെച്ച് അവിടെയും നമ്മുടെ ഹാള് സെറ്റ് ചെയ്ത് കേട്ടോ. അത് സെറ്റ് ചെയ്തുകൊണ്ട് നിന്ന സമയത്താണ് ഞാൻ കുറേ നാളോട്ട് ഞാൻ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞില്ല, ഞാൻ ഈ ഒരു സൺഡേയിൽ വരണ ഒരു അങ്കിളുണ്ട്, ഞായറാഴ്ച വരണ അങ്കിളുണ്ട്. ആ അങ്കിളിൻ്റെ അടുത്ത് കുക്കറിനും പിന്നെ അതുപോലെ തന്നെ അപ്പച്ചട്ടിക്കൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പറഞ്ഞിട്ട് കുറച്ചായി. അപ്പോൾ പെട്ടെന്ന് കൊണ്ട് വരണതാണ്. പക്ഷെ അങ്കിളിനെ കാണാനേ ഇല്ലായിരുന്നു. ഇന്ന് വന്നപ്പോഴാണ് പറഞ്ഞു പുള്ളിക്ക് ഒരു ആക്സിഡൻ്റൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ് ലേറ്റായത്. അങ്ങനെ എനിക്കൊരു 3 ലിറ്ററിൻ്റെ കുക്കറും കിട്ടി, അതുപോലെ തന്നെ ഒരു അപ്പച്ചട്ടിയും കിട്ടി. അങ്ങനെ അത് വാങ്ങിയപ്പോഴേക്കും അപ്പച്ചട്ടിക്കൊരു മോചനം കിട്ടുമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഒരു സമാധാനവുമുണ്ട്. അങ്ങനെ അത് വാങ്ങിയ പിന്നെ അന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചില്ലേ ആ ദോശക്കല്ല്, ഒരു 4-5 ദോശ ഒരുമിച്ച് ചുരുണ്ട ദോശക്കല്ല് എവിടെ നിന്ന് വാങ്ങിയത്? ഞാൻ ഈ അങ്കിളിൻ്റെ നിന്നാണ് അത് വാങ്ങിയത്. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഞായറാഴ്ച ദിവസങ്ങളിലാണ് അങ്കിൾ വരണത്. അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഞാൻ ഈ അങ്കിളിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് പോയി. കുക്കർ കിട്ടിയപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കേട്ടോ. അല്ലെങ്കിൽ ആ വലിയ കുക്കറിലല്ലേ ഓരോ സംഭവങ്ങൾ, ഇച്ചിരി കാര്യം ഉണ്ടെങ്കിൽ അതിലല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല അപ്പച്ചട്ടിയായിരുന്നു, പീജിയണിൻ്റെതായിരുന്നു അപ്പച്ചട്ടി. അങ്ങനെ കുറേ നാളിന് ശേഷം ഒരു ശാപമോക്ഷം കിട്ടിയിട്ടുണ്ട്. ഇത് ഞായറാഴ്ച ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ ഇനി അതൊക്കെ അവിടെ വെച്ചിട്ട് ഇനി കാപ്പി ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇടിയപ്പം നമ്മൾ സാധാരണ ഉണ്ടാക്കും പോലെ അല്ലാതെ വാഴയിലയിൽ വീശപ്പം പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ്. മുമ്പൊക്കെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവിടെ അതൊക്കെ വെച്ചിട്ട് വാഴയില എടുക്കാനായിട്ട് പോയതാണ്. സത്യം പറഞ്ഞാൽ അല്ലാത്ത ദിവസങ്ങളിലൊന്നും ഇതിന് സമയം കിട്ടില്ല. പോയി വാഴയിലേക്ക് എടുത്തുകൊണ്ട് വന്ന് ഇതുപോലെ ചെയ്യാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ വാഴയില കട്ട് ചെയ്തെടുത്തേ.
അങ്ങനെ ഓടിപ്പോയി ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഒരു ഒറ്റ വാഴയില മതി, നമുക്കിതിന് തുമ്പല വേണമെന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു വലിയൊരു വാഴയില എടുത്തോണ്ട് വന്ന് ഇനി അതിനെ നന്നായിട്ട് കഴുകി എടുക്കണമല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് മഞ്ഞ് വീണിട്ടാണോ രാത്രി മഴ പെയ്തുവെന്നൊന്നും അറിഞ്ഞില്ല. ഇത്രയും മഞ്ഞ് വീഴാനൊന്നുമില്ല, ഫുള്ളിങ്ങനെ ഒരു നനവുണ്ടായിരുന്നു. ഒന്ന് ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ഇരുന്നത് ഇലയെല്ലാം. അങ്ങനെ അതിനെല്ലാം ഇനി ചെറിയ പീസ് ആക്കണേ. അപ്പം അകത്തുകൊണ്ട് അവിടുത്തെ സിങ്കിലിട്ടാൽ പ്രശ്നം അല്ല, നമുക്കൊരു സൗകര്യമില്ലല്ലോ. അങ്ങനെ ഇവിടെ വെച്ചിട്ട് തന്നെ അതിനെ ചെറിയ പീസാക്കി എടുക്കുകയാണ്. നമുക്കിങ്ങനെ കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സംഭവങ്ങൾ തന്നെ, എന്ത് കാപ്പിയായിരുന്നാലും എന്ത് ഫുഡായിരുന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് ഒരു അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര പുതുമ തോന്നി. ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും മാറണില്ല, പക്ഷേ എന്തായാലും ഭയങ്കരമായിട്ടൊരു രസം തോന്നും. അങ്ങനെ അതിനെയൊക്കെ അവിടെ ശരിയാക്കി വെച്ചിട്ട് ഇന്നലെ ചോറ് ബാലൻസ് വന്നത് ഫ്രിഡ്ജ് വെച്ചിരിക്കുകയായിരുന്നേ. അതിനെടുത്തൊന്ന് ആവി കയറ്റി എടുക്കണം. ഞങ്ങളിങ്ങനെ കുക്കറിൽ വെച്ചിട്ടാണ് ആവി കയറ്റുന്നത്. ഇതിൻ്റെ ഷോർട്സ് ഇടുന്ന സമയത്ത് ഓരോരുത്തർക്ക് എന്തിനാണ് അധികം ചോറ് വയ്ക്കണതെന്ന്. നമ്മളിങ്ങനെ എപ്പോഴും വെക്കുന്ന രീതിയിൽ തന്നെയാണ് ചോറ് വയ്ക്കുന്നത്. നമുക്കറിയാമല്ലോ, നമുക്ക് ഇത്ര മിക്കവാറും 4 അരിയുടെ ചോറാണ് വെക്കണത്. എന്നാലും അത് ബാലൻസ് വരും. ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ കഴിക്കണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ചോറ് ബാലൻസ് വരാതെ വെക്കണമെന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അത് കുക്കറിൽ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൻ്റെ വെയിറ്റ് മാറ്റിയിട്ട് അതങ്ങ് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് കുക്കറിൽ ആവി കയറ്റാനായിട്ട് വെച്ചിട്ട് ഇനി ഇടിയപ്പം ഉണ്ടാക്കണമല്ലോ. ഇതിന് ഇടിയപ്പം എന്നല്ല, വീശപ്പം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വാഴയിലയിട്ട് അതിൽ ഇങ്ങനെ നല്ല വീശി നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ പെട്ടെന്ന് വേവയും കിട്ടും, അല്ല വെന്തും കിട്ടും, അല്ല പെട്ടെന്ന് എന്താ പറയാനായിട്ട് ജോലി കഴിയുമ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു ഇടിയപ്പം ഉണ്ടാക്കേണ്ട ആ ഒരു ഇടിയപ്പം നമുക്ക് 2 എണ്ണം കഴിച്ചാൽ തന്നെ മതിയാവും കേട്ടോ. ആ രീതിക്കുള്ള ഇടിയപ്പമാണ്. നമ്മൾ കുറച്ച് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല രസവുമാണത് കാണാനായിട്ട്. അപ്പോൾ ചേട്ടന് കൊണ്ടുപോകാനായിട്ട് ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുത്തതാണ്, വേറൊന്നുമില്ലായിരുന്നു. ചമ്മന്തിയും മുട്ട പൊരിച്ചതും അച്ചാറും. സത്യം പറഞ്ഞാൽ ഇന്ന് ചോറ് കൊണ്ട് പോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇന്ന് രാവിലെയാണ് പറഞ്ഞത് ചോറ് കൊണ്ട് പോകണമെന്ന്. അങ്ങനെ ക്ലാസ്സിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനൊരു വാഴയില വെട്ടി അതിൽ ചോറ്, തലേ ദിവസത്തെ ചോറ് ഇരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, അതിന് ആവി കയറ്റി ആ ചോറും പെട്ടെന്ന് ഒരു ചമ്മന്തിയും അരച്ച് പിന്നെ ഒരു മുട്ടയല്ല കേട്ടോ, 2 മുട്ട അങ്ങ് പൊരിച്ച് വെച്ച്. അത് കാണുമ്പോൾ ഒരു രസമാണല്ലേ, പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഓർമ്മയാണ്. ഇങ്ങനെ മുട്ട അമ്മ എന്ത് ചെയ്യുന്നറിയാമോ, മുട്ട പൊരിക്കണതിൻ്റെ അതിൻ്റെ മീതെ ഇങ്ങനെ വെച്ചിരിക്കും. അത് തുറക്കുമ്പോൾ ആ മുട്ട കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം. അതുപോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് 2 മുട്ടയൊക്കെ പൊരിച്ചൊക്കെ വെച്ച് പിന്നെ പുളിഞ്ചിക്ക അച്ചാർ ഇരിക്കുകയായിരുന്നേ കുറച്ച്. അങ്ങനെ അതും കൂടെ അങ്ങ് വെച്ച് പൊതിച്ചോറ് കെട്ടിക്കൊടുത്ത് ഇതിനെ കൊണ്ട് തുറക്കുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ. എന്തായാലും ചേട്ടൻ ഉച്ചയ്ക്കല്ലേ കഴിക്കുള്ളൂ, ആ സമയം കൊണ്ട് ഇതിരുന്ന് നല്ല സെറ്റാവും. വേറെ ഇന്നിപ്പോൾ കൊണ്ടുപോകണമെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ എന്തെങ്കിലും കൂടെയൊക്കെ കരുതിയേനെ, എന്തെങ്കിലും തോരനോ കാര്യങ്ങളോ ഒക്കെ. പിന്നെ പൊതിച്ചോറ് എടുക്കണതിൽ കുഴപ്പമില്ല, പൊതിയണ കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെ പൊതിയാനൊന്നും അറിഞ്ഞുകൂടെ. ഇത് അങ്ങനെ എന്നാൽ കഴിയണ രീതിയിലൊക്കെ ഒന്ന് പൊതിഞ്ഞ് ആദ്യം ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് വെച്ചിട്ട് എനിക്കൊരു ടെൻഷൻ, എങ്ങാനോ അത് എന്തെങ്കിലും ആയിപ്പോണെങ്കിലോ. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ, വേറൊരു പേപ്പറും കൂടെ വെച്ചിട്ട് അതിനെ ഒന്ന് സെക്യൂറാക്കി വെച്ചിട്ടുണ്ട്. വെച്ച് അതിനെ ഒന്ന് മടക്കി വെച്ച് ഒരു റബ്ബറും കൂടെ ഇട്ടങ്ങ് കൊടുത്താൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചു പൊതിച്ചോറും കെട്ടി ചേട്ടൻ പോകാനായിട്ട് ഇറങ്ങി. ഇനി പോയിട്ട് വരുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നാലും 3 മണിയെങ്കിലും ആവും, 4 മണിയാവും. അങ്ങനെ ആൾ പോയി. ഇനിയാണ് ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോണത്. എന്നിട്ട് ആ വാഴയിലയിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ടേ, വാഴയില മാറ്റൂല, അതിൽ വെച്ച് തന്നെ അങ്ങ് കഴിക്കും. അപ്പോഴാണ് ആ ടേസ്റ്റ് കൂടുതൽ. ടേസ്റ്റ് അല്ല കേട്ടോ, ഇതൊക്കെ നമ്മളെ മനസ്സിൻ്റെ ഒരു എന്താ പറയുക കേട്ടോ, നമുക്ക് കാണുമ്പോഴുള്ള ഒരു കൗതുകവും മനസ്സിൻ്റെ ആ ഒരു രീതിയൊക്കെയാണ്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞായറാഴ്ചയില്ലേ കുറേ നാളായി വീട്ടിൽ ചിക്കൻ വാങ്ങിയിട്ട് നമ്മൾ ചിക്കൻ പുറത്ത് പോയി കഴിക്കും, പുറത്തുനിന്ന് വാങ്ങി കഴിക്കും, അല്ലാണ്ട് വീട്ടിൽ വെച്ചിട്ട് ഒരുപാട് നാളായി. അങ്ങനെ ഇപ്പം ഞാൻ പോയി ചിക്കൻ വാങ്ങിയായിരുന്നു. അങ്ങനെ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനെ ഇനി കഴുകി വൃത്തിയാക്കി ഒന്ന് കുറച്ചുകൂടെയൊക്കെ ചെറുതാക്കിയൊക്കെ എടുക്കാനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് എടുക്കണം. ഇത് നാടനല്ല, നാടൻ ചിക്കൻ ഇപ്പോൾ കിട്ടാനില്ല കേട്ടോ. നാടൻ ചിക്കൻ വാങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ തോലൊക്കെ ഇല്ലേ, ആ നാടൻ ചിക്കൻ്റെ തൊലി ചിലവർ തൊലി ഉരിച്ച് കളയും. ഞങ്ങൾ നാടൻ ചിക്കൻ വാങ്ങുമ്പോൾ പറയും തോലുരിച്ച് കളയില്ലേ, അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ നാടൻ്റെ തോല്. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മ ചിക്കൻ കഴിക്കുകയില്ല, ചിക്കനും കഴിക്കില്ല. അമ്മ വെജിറ്റേറിയൻ ആണെന്ന് പറയാൻ പറ്റില്ല. ചിക്കൻ, മട്ടൻ, ബീഫ് അങ്ങനെയുള്ള മീറ്റ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല. ബാക്കി മീനും മുട്ടയും അതൊക്കെ അങ്ങ് കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനെ മിക്കവാറും ചിക്കൻ വാങ്ങണ ശീലമൊന്നുമില്ല കേട്ടോ. അമ്മ കഴിക്കില്ലല്ലോ. അപ്പോഴമ്മ കഴിക്കുകയുമില്ല, വെക്കുകയുമില്ല, തൊടയുമില്ല, ഒന്നും ചെയ്യൂല. അപ്പോൾ അച്ഛനുള്ള സമയത്ത് അച്ഛനാണ് പിന്നെ ചിക്കൻ വാങ്ങിച്ച് അച്ഛൻ തന്നെയാണ് വെക്കണത്. പിന്നെ അച്ഛൻ ഉള്ള സമയത്തെന്ന് പറഞ്ഞിട്ട് ആ സമയത്തൊക്കെ അച്ഛൻ ഗൾഫിലൊക്കെ ആയിരുന്നു. പിന്നെ വന്നിട്ട് നമ്മളങ്ങനെ ചിക്കൻ നമുക്ക് വല്ലപ്പോഴും വെച്ച് കഴിക്കണ രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും പിന്നെ അങ്ങനെയല്ലല്ലോ, നമ്മുടെ രീതികളൊക്കെ മാറിയല്ലേ. ചിക്കൻ തന്നെ എന്തൊക്കെ രൂപത്തിലാണല്ലേ വരണത്. ആകപ്പാട് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും കൂട്ടി മാത്രം പരിചയമുള്ള നമ്മളിപ്പോൾ എന്തൊക്കെ ചിക്കൻ്റെ വെറൈറ്റിയാണ് കഴിക്കണത്. അതുപോലെ തന്നെ എനിക്ക് കുഞ്ഞിലെ പൊറോട്ടയും ചിക്കനും ഭയങ്കര ഇഷ്ടമായിരുന്നേ. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് കിട്ടുകയൊന്നുമില്ല കേട്ടോ, പൊറോട്ടയും ചിക്കനും ഒന്നും അങ്ങനെ വാങ്ങാറില്ല, വല്ലപ്പോഴും വാങ്ങിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മലയ്ക്ക് പോയ സമയത്ത്, മലയ്ക്ക് പോയിട്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മലയ്ക്ക് പോകുന്നത്. മലയ്ക്ക് പോകുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ഹോട്ടലിൽ കയറിയപ്പോഴേക്ക് അവരൊക്കെ ചോദിക്കൂലേ കഴിക്കാൻ എന്ത് വേണമെന്ന്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് പൊറോട്ടയും ചിക്കനുമാണ് വേണ്ടതെന്ന്. അന്ന് എന്നെ കളിയാക്കിയ ഒരു അങ്കിളുണ്ടായിരുന്നു. ഇപ്പോൾ അങ്കിള് മരിച്ചുപോയി. ഞാൻ വലുതായി, എന്നെ കല്യാണം കഴിഞ്ഞിട്ട് കാണുമ്പോഴേക്കും എന്നെ കളിയാക്കുമായിരുന്നു. പൊറോട്ടയും ചിക്കനും വേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ ചിക്കനൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതങ്ങ് ചിക്കൻ കറി വെക്കണം. കുറച്ച് പൊരിക്കാനും എടുത്തിട്ടുണ്ട്. കേശുവിനാണെങ്കിൽ ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ആൾക്ക് വേറെ ഒന്നും വേണ്ട. അങ്ങനെ ചിക്കൻ പൊരിക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ച്, കറി വയ്ക്കാനായിട്ട് കുറച്ച് മാറ്റി വെച്ച്, പിന്നെ ഇതാ കറിവേപ്പില ഇങ്ങനെയൊക്കെ നിൽപ്പുണ്ട്. അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കണമല്ലോ, അതിനായിട്ട് വന്നതാണ്. ഇതിപ്പോൾ ഈ പറയും പോലെ നല്ല എൻ്റെ മനസ്സിനൊത്ത രീതിയിൽ കറിവേപ്പില ഇപ്പോഴും പൊങ്ങി വന്നിട്ടില്ല. എന്നാലും കുറച്ച് ഇലകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ലാതെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോണ്. ഇപ്പം ചിക്കൻ വെക്കേണ്ട വീഡിയോ ഒന്നും കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം ചിക്കൻ വെക്കാൻ. മീൻകറി വെക്കാൻ അറിഞ്ഞുകൊണ്ടെങ്കിൽ ചിക്കൻ വെക്കാൻ അറിയാത്തവരായിട്ട് ആരും കാണുമെന്ന് എനിക്ക് തോന്നണില്ല. അതുപോലെ തന്നെ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളൊരു ഹൈയിലും അല്ല ലോയിലും അല്ലാണ്ട് ഒരു മിനിമം തീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ നന്നായിട്ട് മൂത്ത് കിട്ടും കേട്ടോ. അകവും പുറവും ഒക്കെ നല്ല വെന്ത് കിട്ടും. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലേ ഈ പുറം ഭാഗം നന്നായിട്ട് കരിഞ്ഞു പോകും, അകത്ത് അത്രയ്ക്ക് വേവയുമില്ല. അങ്ങനെ കുറച്ച് അധികം സമയം എടുത്തിട്ട് ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ നല്ല കിടിലൻ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇനി ലാസ്റ്റ് എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകില്ലേ അതും കൂടെ ഈ ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണേ. ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കണില്ല, ഇത്രയും സംഭവങ്ങൾ മാത്രം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കും.
മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മൾ ഈ ചിക്കൻ്റെ പൊടി കാണുമല്ലോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചേട്ടനോ അമ്മയ്ക്കോ ഒക്കെ ഈ ചിക്കൻ പൊരിക്കണതിൽ പൊടി വേണം. അവർക്ക് ആ പൊടി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിനെ ഒന്ന് മൂപ്പിച്ച് കോരി എടുത്തിട്ട് ഒന്നിങ്ങനെ ക്രഷ് ചെയ്താൽ മതി. അപ്പോഴേക്കും ഒന്നിങ്ങനെ അടിച്ചാൽ മതി. അപ്പോഴേക്കും നല്ല ഇതായിട്ട് വന്നോളും. അങ്ങനെ ഞാൻ അതിന് ആ രീതിക്ക് ആദ്യം ഒന്ന് എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് വറ്റൽമുളക് എടുത്തിട്ട് എണ്ണയിലല്ലാണ്ട് വെറുതായിട്ട് ഡ്രൈ ആയിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വീണ്ടും അങ്ങനെ ഒന്ന് പൊടിച്ചെടുത്ത്. അപ്പോൾ അത് നമുക്ക് രണ്ട് ഫോമിലാണ് കിട്ടണത്. അപ്പോൾ ചിക്കൻ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുള്ളപ്പോഴേക്ക് ലാസ്റ്റായിട്ട് ഒരു തക്കാളി ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് എടുക്കും. അപ്പോഴേക്കും ഇതൊന്ന് വെന്ത് വരെയുള്ളൂ, വെന്തിങ്ങനെ കുഴഞ്ഞു പോകില്ല. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് എടുത്തിട്ട് അടച്ചങ്ങ് വെച്ചിരിക്കുമ്പോഴേക്കും അതിൻ്റെ മണവും ഗുണമൊക്കെ അതിലങ്ങ് ഇറങ്ങിക്കോളും. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഉള്ളി വഴറ്റിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നാലും സവാളയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നല്ല വേവിച്ചെടുത്തതിന് ശേഷം നല്ല ലോ ഫ്ലെയിമിൽ നല്ല സിമ്മാക്കിയിട്ട് അങ്ങ് അടച്ചിട്ടിരിക്കുക. അപ്പോൾ ഒരു 15 മിനിറ്റോളം ഇങ്ങനെ അടച്ചിട്ടിരിക്കുമ്പോഴേക്കും ചിക്കൻ വെന്ത് അതിൻ്റെ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രസമായിട്ടിരിക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ടത് എനിക്കാണെങ്കിൽ ഇങ്ങനെ വരട്ടി എടുക്കുന്നതാണ് ഇഷ്ടം. ഇവിടെ ചേട്ടനും അമ്മയ്ക്കും ഒക്കെ കറി വേണം, അവർക്ക് കറി ഉണ്ടെങ്കിലേ ഇഷ്ടപ്പെടുകയുള്ളൂ. അങ്ങനെ ചിക്കനൊക്കെ അവിടെ റെഡിയാക്കി വെച്ച് ഉച്ചയൂടൊക്കെ കഴിഞ്ഞ് പിന്നെ ചിക്കൻ ഫ്രൈയിൽ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ എല്ലാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് എടുക്കുമ്പോഴേക്കും നല്ല സെറ്റായിരിക്കും. ഇനി കാസറോളിൽ അടച്ച് വെച്ചിട്ട് എടുക്കുമ്പോൾ അതിൻ്റെ മണമൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ കഴിക്കാറാകുമ്പോൾ നല്ല സൂപ്പറായിട്ട് ഇരുന്നോളേ ചിക്കൻ. പിന്നെ സന്ധ്യയായി അടിച്ച് വാരി തൂത്ത് വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് ഭയങ്കര കൊതുവാണ്. കാരണം നിവർത്തിയില്ല. സന്ധ്യ സമയത്ത് മാത്രമേ ഉള്ളൂ, അങ്ങ് എല്ലാം കൂടെ ഒരു വരക്കം അങ്ങ് വരും കേട്ടോ. ഇപ്പോൾ ഈ പറയും പോലെ ഡെങ്കിയും മങ്കിയൊക്കെ ആണല്ലോ. അങ്ങനെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൊതുകിനെ ഓട്ടിക്കാനായിട്ട് നമ്മൾ ഈ 15 രൂപയ്ക്കൊക്കെ വാങ്ങിക്കണ ഈ ധൂപയില്ലേ, അത് കത്തിച്ചിട്ട് അതിൻ്റെ മേളിൽ നമ്മുടെ വയണയില അങ്ങ് പിച്ചിട്ട് കൊടുത്താൽ മതി. ഉണങ്ങിയ വയണയിലയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ വയണയില എപ്പോഴും സ്റ്റോക്കാണ്. ഈ ഭയങ്കര മസാലയിലൊക്കെ നമുക്ക് ഉപയോഗിക്കും. ചായ ഇടാനൊക്കെ അടിപൊളിയാണ്, വെള്ളം ഇടാനും ഒക്കെ അടിപൊളിയാണ് ഉണങ്ങിയ വയണയില കൊണ്ട്. അപ്പോൾ അതിനൊന്ന് പുകച്ചിട്ട് ഞാൻ ഇപ്പോൾ ചിരട്ടയിൽ വെച്ചാണ് പുകയ്ക്കണം. ചിരട്ട അങ്ങനെ കത്തിപ്പോവുകയൊന്നുമില്ല. അതിന് മുമ്പ് മറ്റേ സംഭവം കത്തി അങ്ങ് തീരും, പുകഞ്ഞങ്ങ് തീരുമല്ലോ. ഈ വയണയിലയും കൂടെ അതിലിട്ട് കൊടുക്കുമ്പോഴേക്ക് ആ ഒരു പുകയുണ്ടല്ലോ, ചുമ്മാ വയണയില കത്തിച്ചാൽ കൊതു പോകുമെന്ന് പറയും. അങ്ങനെ കത്തിച്ച് വെച്ചാൽ ഈ നമ്മൾ പറയണ രീതിയിൽ കത്തി അതിൻ്റെ പുകയൊന്നും വരില്ല കേട്ടോ, അതങ്ങ് കെട്ടുപോകും. അപ്പോൾ ഇതുപോലെ വെച്ചിരുന്നാൽ അതിരുന്ന് പുകഞ്ഞ് അതിൻ്റെ ആ ഒരു സ്മെല്ലിന് കൊതുകിനെ ഓട്ടിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയണത്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. എനിക്കിത് സക്സസ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു മൂലയ്ക്ക് അങ്ങോട്ട് വെച്ചിരിക്കും. അപ്പോൾ പിന്നെ എന്താ പറയാനായിട്ട് അത് അവിടെ ഇരുന്നങ്ങ് കത്തി നമുക്ക് ഈ കൊതുകുതിരിയൊക്കെ, ഇവിടെ ചേട്ടനാണെങ്കിൽ കൊതുകുതിരി ഭയങ്കര അലർജിയാണ്. അപ്പോൾ അതൊന്നും കത്തിക്കാനായിട്ടൊന്നും പറ്റില്ല. പിന്നെ ബാക്കി എന്ത് കൊതുകിനെ കൊല്ലാനുള്ള വെച്ചാലും അതെല്ലാം പ്രശ്നക്കാരനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം.